സിദ്ദിഖ, നമ്മളിപ്പോൾ ഈ വീടുകളിൽ വെക്കുന്ന സെക്യൂരിറ്റി ക്യാമറ ഒക്കെ ഉണ്ടല്ലോ, അതിപ്പോൾ ഈ പഴയ മോഡല് അതേപോലെ ഇപ്പോൾ ഈ പുതിയ മോഡലൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഇഷ്ടംപോലെ പുതിയ ടെക്നോളജി ഒക്കെ. അതിപ്പോൾ എന്താ വല്ല വ്യത്യാസം? രണ്ടും ഇപ്പോൾ വെച്ചാൽ ഒന്ന് തന്നെയല്ലേ, ഒരേ പർപ്പസ് തന്നെയല്ലേ? സത്യം പറയുകയാണെങ്കിൽ നമ്മൾ എന്തിനാണ് വീട്ടിൽ ക്യാമറ വെക്കുന്നത്? വീട്ടിൽ ക്യാമറ നമ്മൾ അവിടുത്തെ ലൈവ് ഇങ്ങനെ കാണാനും ഇതൊക്കെ ആവശ്യങ്ങൾക്കല്ലേ, ചുറ്റും ഇങ്ങനെ കാണാനൊരു സുരക്ഷയ്ക്ക്. ജസ്റ്റ് ലൈവും പ്ലേ ബാക്ക് എടുത്തിട്ട് കാര്യമല്ല. നമ്മളെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനം എടുത്ത് കൊണ്ടുപോയിട്ട് പിന്നെ നമ്മളത് തരണകാട്ടി നല്ലത് ആ വരുന്ന സമയത്ത് തന്നെ നമുക്കൊരു അലേർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരുന്ന ഫീച്ചേഴ്സ് ആണ് ഇപ്പോൾ വരുന്ന ക്യാമറയിലുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു നിശ്ചിത ടൈം നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 6 മണിക്ക് വൈകിട്ട് 6 മണി മുതൽ പുലർച്ചെ ഒരു 5 മണി വരെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ആ ക്യാമറയുടെ പരിസരത്ത് ആരെങ്കിലും വരികയാണെങ്കിൽ ആ സ്പോട്ടിൽ നമ്മുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരും. അതല്ലാണ്ട് ക്യാമറയിൽ ഫ്ലാഷ്, അതല്ലെങ്കിൽ ക്യാമറയിൽ സ്പീക്കർ, അലേർട്ട്, മെസ്സേജ്, അങ്ങനെ വരുന്ന ഫീച്ചേഴ്സ് ഒക്കെയാണ് ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് ക്യാമറകളിൽ ഉള്ളത്. നമ്മൾ CCTV ഇൻസ്റ്റാൾ ചെയ്ത ഒരു സൈറ്റിൽ ഇതേപോലെ ഒരു സംഭവം ഉണ്ടായി. അവരെ വീട്ടിൽ ഒരു കള്ളം കയറിയിട്ട് വീട്ടുകാർ അറിഞ്ഞിട്ടില്ല, പക്ഷെ അവർ ഗൾഫിലുള്ള അവരെ മകനാണ് അറിഞ്ഞത്. അവരെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വന്നു, എന്നിട്ട് മകൻ നേരെ അവരെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടാണ് അവർ അറിയണത്. അപ്പോൾ ക്യാമറ ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നൂല്ലേ? അല്ല സിദ്ദിഖ, അപ്പോൾ നമ്മൾ ബോഡ്ജിന്ന് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലത്തെ ക്യാമറാസ് നമ്മൾ ഇപ്പോഴും ചെയ്ത് കൊടുക്കുന്നുണ്ടോ? പുതിയ ടെക്കിൽ വരുന്ന ക്യാമറാസ് നമ്മൾ ബേസിക് അനലോഗ് ക്യാമറ മുതൽ ലേറ്റസ്റ്റ് ഇൻറ്റിഗ്രേറ്റഡ് IP ക്യാമറ വരെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഓരോ സൈറ്റിനനുസരിച്ച് കസ്റ്റമറുടെ നീഡിനനുസരിച്ചാണ് നമ്മളത് സജസ്റ്റ് ചെയ്യുന്നത്. സെക്യൂരിറ്റി സൊല്യൂഷൻസ് മാത്രമല്ല, ഹോം ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, സോളാർ, നെറ്റ്വർക്കിംഗ്, കേരളത്തെ എല്ലായിടത്തും ഫ്രീ സൈറ്റ് സർവേയോട് കൂടി ബോഡ്ജി ഓട്ടോമേഷൻ ചെയ്തു.